സെപ്റ്റംബർ 14 ഞായറാഴ്ച. യോഹന്നാൻ 3:13 മുതൽ 17 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്ന് എൻ്റെ പള്ളിയിലും തിരുനാളാണ്. മുട്ടടയിലെ പള്ളി വിശുദ്ധ കുരിശിൻ്റെ നാമത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. ഇന്നത്തെ തിരുനാളിൻ്റെ ഉത്ഭവത്തിന് പുരാതനവും ചരിത്രപരവുമായ ഒരു പ്രാധാന്യമുണ്ട്. AD 313 കോൺസ്റ്റന്റൈൻ റോമ നഗരത്തിൻ്റെ ചക്രവർത്തിയായപ്പോൾ അദ്ദേഹം ക്രിസ്തുമതം നിയമവിധേയമാക്കി. 324 അദ്ദേഹത്തിൻ്റെ അമ്മ ഹെലീന പലസ്തീനിലേക്ക് ഒരു പര്യടനം ആരംഭിച്ചു. വീനസ് ദേവാലയത്തിന് അടിയിൽ യേശുവിനെ ക്രൂശിച്ച കുരിശ് അവർ കണ്ടെത്തിയെന്നാണ് ഐതിഹ്യം. അവർ ആ ക്ഷേത്രം പൊളിച്ചു മാറ്റി അതേ സ്ഥലത്ത് ഹോളി സെപ്പൾക്കർ പള്ളി പണിതു. നമ്മുടെ ജീവിതത്തിൽ കുരിശിൻ്റെ പ്രാധാന്യം ശ്രദ്ധയിൽപ്പെടുത്തുന്ന 3 വായനകൾ ഇന്ന് നമുക്ക് കേൾക്കാം. സംഖ്യാപുസ്തകത്തിലെ ആദ്യ വായനയിൽ ഹെബ്രായർ മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ മോശയ്ക്കും ദൈവത്തിനുമെതിരെ പരാതിപ്പെടാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് അവരെ ഒരു പാഠം പഠിപ്പിച്ചു. അവരെ കടിക്കാൻ ദൈവം വിഷപ്പാമ്പുകളെ വിട്ടയച്ചു. അവയുടെ കടിയേറ്റ് പലരും മരിച്ചു. അപ്പോൾ ആളുകൾ പശ്ചാത്തപിക്കുകയും മോശ അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്തു. കർത്താവ് മോശയോട് ഒരു പിച്ചള സർപ്പത്തെ ഒരു വടിയിൽ കുത്തി നിർത്താൻ ആവശ്യപ്പെട്ടു. ആരെങ്കിലും അത് നോക്കുമ്പോൾ ആ വ്യക്തി പാമ്പ് കടിയേറ്റതിൽ നിന്ന് സുഖം പ്രാപിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. അങ്ങനെ അവരിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണം. മുഴുവൻ തിരുവെഴുത്തിൻ്റെയും സംഗ്രഹമുണ്ടെങ്കിൽ അത് ഇന്നത്തെ സുവിശേഷ ഭാഗമായിരിക്കണം. പ്രത്യേകിച്ച് യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവൻ അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യത്തെ വീണ്ടും നമുക്ക് ചുരുക്കാം, ദൈവസ്നേഹം എന്ന ഒരൊറ്റ വാക്ക് വഴി. അങ്ങനെ ബൈബിൾ ദൈവസ്നേഹത്തിൻ്റെ ഒരു നോവലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ദൈവസ്നേഹത്തെ നമുക്ക് ആർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. മനുഷ്യൻ അവനിൽ നിന്ന് അകന്നു പോയെങ്കിലും അവൻ സ്നേഹത്തോടെ മനുഷ്യനെ പിന്തുടരുന്നത് തുടരുന്നു. എന്നിട്ടും മനുഷ്യൻ തൻ്റെ തിന്മയാകുന്ന വഴികളിൽ തുടരുന്നു. അങ്ങനെ അവസാനം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ കുരിശിൽ കഷ്ടപ്പെടാനും മരിക്കാനും അയച്ചു. അവൻ്റെ സ്നേഹത്തിൻ്റെ ആത്യന്തിക പ്രകടനം ആ കുരിശിൽ കാണാം. കുരിശിൽ പാപവും കഷ്ടപ്പാടും പൂർണ്ണമായി പ്രദർശിക്കപ്പെടുന്നു. എന്നാൽ അതേ കുരിശിൽ തന്നെ ലോകത്തിലേക്ക് രക്ഷ കൈവന്നിരിക്കുന്നു. കുരിശിലേക്ക് നോക്കാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനും അവൻ്റെ പുത്രനിൽ വിശ്വസിക്കാനും അവിടുന്ന് നമ്മെ ക്ഷണിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെടാനുള്ള ഏക മാർഗം അതാണ്. ആ മരത്തിൽ രക്ഷയുണ്ട്. ആ മരത്തിൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശക്തി എന്നേക്കുമായി ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ലോകം എത്ര കഷ്ടപ്പാടിലായാലും, നമ്മൾ ഏത് സാഹചര്യത്തിലായാലും, നമ്മൾ എന്ത് വേദനയോ ദ്രോഹമോ അനീതിയോ അനുഭവിക്കുന്നുണ്ടെങ്കിലും
ആത്യന്തികമായി ദൈവത്തിൻ്റെ സ്നേഹം വിജയിക്കും. ക്രിസ്തുവിൻ്റെ കുരിശ് കാരണം മനുഷ്യവർഗത്തിന് പ്രത്യാശയുണ്ട്, ലോകത്തിന് പ്രത്യാശയുണ്ട്, നിങ്ങൾക്കും എനിക്കും പ്രത്യാശയുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം വളരെ വളരെ വലുതായതുകൊണ്ടാണ്. എല്ലാവരും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയും പിതാവുമായി വീണ്ടും ഒന്നിക്കപ്പെടുകയും ചെയ്യുന്നതിനായി അവൻ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് പീഡകൾ അനുഭവിച്ച് മരിക്കാൻ നൽകി. അത് നാം വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസിനെ പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ മാത്രമേ നമുക്ക് എപ്പോഴും അഭിമാനിക്കാൻ കഴിയൂ. എല്ലാവർക്കും നല്ലൊരു തിരുനാൾ ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.